മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ഷീല. 1960കളുടെ ആരംഭത്തിൽ സിനിമയിലെത്തിയ നടിക്ക് 2 പതിറ്റാണ്ട് കാലം വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കാൻ സാധിച്ചിരുന്നു. 1962-ൽ എം.ജി.ആർ. നായകനായ ചിത്രത്തിലൂടെയായിരുന്നു ഷീല തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. 1968-ൽ പുറത്തിറങ്ങിയ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിലെ ശോഭ എന്ന കഥാപാത്രമാണ് ഷീലയുടെ താരമൂല്യം കൂട്ടിയത്. അഭിനയത്തിനു പുറമെ സംവിധാനത്തിനും കഴിവ് തെളിയിക്കാൻ ഷീലയ്ക്ക് സാധിച്ചിരുന്നു. നടി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു യക്ഷഗാനം. ഈ സിനിമയിൽ മധുവും ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു. ഇപ്പോൾ മധുവിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഷീല. 1975-ലാണെന്ന് തോന്നുന്നു അഭിനേത്രിയായി നിൽക്കുന്ന സമയത്ത് ഒരു തമിഴ് പത്രക്കാരനായ മലയാളി ഷൺമുഖന് ഒരു ആഗ്രഹമുണ്ടായി. ഒരു മലയാള ചിത്രം നിർമ്മിക്കണമെന്നായിരുന്നു അത്. ആ ചിത്രം ഞാൻ തന്നെ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഒരു വനിതാ ഡയറക്ടർ മലയാള സിനിമയിൽ ഇല്ലാതിരുന്ന കാലമാണ് അത്. ആ മേലങ്കി എനിക്ക് തന്നെ അണിയണമെന്നൊരു മോഹം കൂടിയുണ്ടായിരുന്നു. ഒടുവിൽ ആ പ്രോജക്റ്റ് സാഫല്യമായി. നായകനായി മധുസാറിനെ ക്ഷണിച്ചു. അന്നത്തെ ഏറെ തിരക്കുള്ള നായക സംവിധായകൻ കൂടിയായിരുന്നു മധുസാർ. എന്നിട്ടും മറ്റു ചോദ്യങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം കോൾ ഷീറ്റ് തന്നു. പ്രിയ എന്ന ചിത്രം സംവിധാനം ചെയ്ത് വിജയം കണ്ട് നല്ലൊരു സംവിധായകൻ എന്ന നിലയിൽ മധുസാർ അംഗീകരിക്കപ്പെട്ട അവസരം കൂടിയായിരുന്നു അത്. സെറ്റിൽ വന്നാൽ എന്നെ കയറി ഭരിക്കുമോ എന്ന് ഞാൻ സ്വാഭാവികമായും സംശയിക്കാതിരുന്നില്ല. എന്നാൽ സെറ്റിലെത്തിയ മധുസാർ സംവിധായികയായ എൻ്റെ നിർദ്ദേശങ്ങൾ വളരെ കൂളായി അനുസരിക്കുകയായിരുന്നു ചെയ്തത്.